ഇന്നത്തെ ഈ സ്നാക്ക് എന്ന് പറയുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു റംദാൻ സ്നാക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മധുരവും കൂടി ചേർക്കുക. എന്നിട്ട് നമ്മൾ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതാ നമ്മൾ ഈ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി, അതായത് ദോശയൊക്കെ ചുട്ടെടുക്കുന്ന കൺസിസ്റ്റൻസിയിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3-4 മുട്ട ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഏലക്ക പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ ഒരാവിച്ചേമ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട പാത്രം നമ്മളൊന്ന് ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഒഴിക്കുന്നത് നമ്മുടെ പത്തിരിപ്പൊടിയുടെ മിക്സാണ്. അത് കുക്കായി വന്ന ശേഷം മാത്രമാണ് നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിക്കുന്നത്. ഓരോ ലെയറിലും നമ്മൾ പഴം അതുപോലെ അണ്ടി മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പത്തിരിപ്പൊടി കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ടൈം എടുത്ത് തന്നെ കുക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കഴിയാനാകുമ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി സൈഡിലൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പോലെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ അതാ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടി. ലെയറായിട്ടാണ് ഇത് കിട്ടുക. അപ്പോൾ നമ്മളിതാ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതാണ്. നമ്മൾ ലാസ്റ്റ് ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ ഇത് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അതായത് ഒന്ന് മുറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഫുള്ള് ലെയറായിട്ടുള്ള നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അവിടെ ഇവിടെ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകും, പഴം ഈ ഒരു കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നതിനെ കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്.